പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയുടെ വംശാവലി മുസ്ലിങ്ങളെല്ലാം അബ്രഹാമിൻ്റെ പിന്തുടർച്ച ഉള്ളവരാണ് എന്നുള്ള അവകാശം. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. താഴെ മുതൽ വായിക്കാം. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയാണ് ചിത്രരൂപത്തിൽ താഴെ കാണിച്ചിരിക്കുന്നത്. കാര്യം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിലുമാണ്. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയയുടെ വംശാവലി സുവിശേഷത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചാർട്ടിൽ കാണുന്ന പോലെ ആദാം മുതൽ ദാവീദ് വരെ യേശുക്രിസ്തുവിന്റെ വളർത്തുപിതാവായ ജോസഫിന്റെയും അമ്മയായ മറിയയുടെയും വംശാവലിയിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ദാവീദിന് ശേഷം ശലോമോൻ രാജാവിന്റെ വംശാവലിയിലാണ് ജോസഫിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് കാരണം ജോസഫിന്റെ യഥാർത്ഥ പിതാവ് യാക്കോബാണെന്ന് വ്യക്തമായി സുവിശേഷത്തിൽ മത്തായി 1:15 എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. എലിഹൂദ് എലിയാസറെ ജനിപ്പിച്ചു, എലിയാസർ മതാനെ ജനിപ്പിച്ചു, മതാൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പിതാവാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ മറിയയുടെ വംശാവലി എഴുതിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ ആണ്. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ ജോസഫ് ഹേലിയുടെ മകൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജോസഫ് ഹേലിയുടെ മരുമകൻ എന്നാണ് എഴുതേണ്ടിയിരുന്നത്. ആ കാലഘട്ടത്തിൽ ഭർത്താക്കന്മാരുടെ പേരിലാണ് സ്ത്രീകൾ അറിയപ്പെട്ടിരുന്നത്. അതിനാലാണ് ഇങ്ങനെയുള്ള പ്രയോഗം അവിടെ വന്നിരിക്കുന്നത്. ഉദാഹരണമായി യാക്കോബിന്റെ 12 ആമക്കളെ മാത്രമേ ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരായി ബൈബിൾ അംഗീകരിച്ചിട്ടുള്ളൂ. യാക്കോബിന്റെ മകളായ ദീനായെ ബൈബിളിൽ കൂടുതലായി പരാമർശിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെ മിഡിൽ ഈസ്റ്റ് ഒഴിച്ചുള്ള മറ്റു രാജ്യങ്ങളിലെ മുസ്ലിങ്ങളെല്ലാം അബ്രഹാമിന്റെ പിന്തുടർച്ച ഉള്ളവരാണ് എന്നുള്ള അവകാശവാദമാണ്. ഈ ചാർട്ടിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ കാര്യം തീർത്തും തെറ്റാണെന്ന് മനസ്സിലാക്കാം. ആദാമിന്റെ മക്കളാണ് സേത്ത്, കയീൻ, ആബേൽ. സേത്തിന്റെ പാരമ്പര്യത്തിൽ കൂടിയാണ് നോഹ വരുന്നത്. നോഹയുടെ മക്കളാണ് ഷേം, ഹാം, യാഫത്ത് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഷേമിന്റെ പാരമ്പര്യത്തിൽ കൂടെയാണ് തേരഹ് വരുന്നത്. ഷേമിനും ഹാമിനും യാഫത്തിനും വേറെയും മക്കളുണ്ടായിരുന്നു. അതാണ് ഇവിടെ ഈ ഏറെ വിട്ട് ഇവിടെ +... കാണിച്ചിരിക്കുന്നത്. പിന്നെ തേരഹിന്റെ 3 മക്കൾ പറയുന്നുണ്ട്. അതിൽ മാഹോർ, അബ്രഹാം, ഹാരാൻ. ഇവരുടെ വംശാവലിയിൽ നിന്നാണ് ഇസ്രായേൽ ജനവും ഹാഗറിന്റെ മക്കള് അറബ് നാഷൻസ് ആയിട്ടാണ് വന്നത്. അതേസമയം ഏശാവിന്റെ മക്കള് ഏദോമൈറ്റ്സ് ആണ് കേട്ടോ പറയുന്നത്. അതെല്ലാം ആ ഗൾഫിൽ വരുന്ന ആൾക്കാരാണ്. പിന്നെ അടുത്ത് വരുന്നത് എന്ന് പറയുന്നത് ഹാരാന്റെ മക്കളാണ്. ഹാരാന്റെ മകൻ എന്ന് പറയുന്നത് ലോത്താണ്. ലോത്തിന്റെ 2 പെൺമക്കൾ കൂടിയാണ് അമ്മോന്യരും മോവാബിരും ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതോടുകൂടി അതങ്ങോട്ട് അവസാനിച്ചു. പിന്നെ ഖെദൂറ എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയുടെ മക്കളാണ് മിദ്യാൻ, സിമ്രാൻ, ജോക്ഷാൻ, മീഡിയൻ, ഇഷ്ബക്ക്, ഷുവാഹ് എന്നൊക്കെ. ഇതിപ്പോ ഇവരുടെയൊക്കെ പേരിൽ ഓരോ സ്ഥലങ്ങളുമുണ്ട്. മിദ്യാൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പിന്നെ ഇവരുടെ വംശത്തിൽ വന്ന ആൾക്കാരാണ് ഭൂമിയിലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടാവുക. അതുകൊണ്ടാണ് നിങ്ങൾ ഏരോട്ട് +... ഇട്ടി. അത് തന്നെയാണ് ഇവിടെയും. ഈ ഇവിടെയും ഷേമിന്റെയും ഹാമിന്റെയും യാഫത്തിന്റെയും പാരമ്പര്യത്തിൽ വരുന്നവരെല്ലാം ഭൂമിയുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ് യഹോവ ഭാഷ കലക്കിക്കളഞ്ഞു എന്ന് പറയുന്നത്. ബാബേൽ ഗോപുരം പണിതതിന് ശേഷം അത് കാണാനായിട്ട് ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഭാഷ കലക്കി കളഞ്ഞ് അവർ ഭൂമിയിൽ സ്പ്രെഡ് ചെയ്തു പോയി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെല്ലാം 1, 2, 3, 4, 5 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ഭൂമിയുടെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെ മിഡിൽ ഈസ്റ്റ് ഒഴിച്ച് മറ്റുള്ള രാജ്യങ്ങളിലെ മുസ്ലിങ്ങളെല്ലാം അബ്രഹാമിന്റെ പിന്തുടർച്ച ഉള്ളവരാണ് എന്നുള്ള അവകാശവാദമാണ്. ഈ ചാർട്ടിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ കാര്യം തീർത്തും തെറ്റാണെന്ന് മനസ്സിലാക്കാം. ആബേൽ കായലിനാൽ കൊല ചെയ്യപ്പെട്ടതുകൊണ്ട് പിന്തുടർച്ചയില്ല, കായലിനും ഇല്ല. കാരണം നോഹയുടെ വെള്ളങ്ങളിൽ ആ തലമുറയിൽ നശിച്ചുപോയി. അദാമിന്റെ മകനായ സേത്തിന്റെ പിന്തുടർച്ചക്കാരനാണ് നോഹ. നോഹയുടെ മക്കളായ ഷേമിന്റെ, തേരഹ് ഒഴികെയുള്ള മക്കളും ഹാം, യാഫത്ത് എന്നിവരുടെ മക്കളും ഖെദൂറയുടെ ചില മക്കളുമാണ് ഭൂമിയുടെ മിഡിൽ ഈസ്റ്റ് ഒഴികെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ളതെന്ന് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. തേരഹിന്റെ മക്കളായ നാഹൂർ, അബ്രഹാം, ഹാരാൻ എന്നിവരിൽ നിന്നുമാണ് ഇസ്രായേൽ വംശവും വലിയൊരു വിഭാഗം ജാതികളും ഉണ്ടായത്. അതിൽ പ്രധാനമായും മുസ്ലിങ്ങളാണ്. അത് ഇവിടെ നമ്മൾ ചാർട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറബ് നേഷൻസും ഏദോമ്യരും മൊവാബിരും അമ്മോന്യരും ഒക്കെ ഈ തേരഖിൻ്റെ പാരമ്പര്യത്തിലുള്ള ഇവരിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. പിന്നെ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലും യൂറോപ്പിലും മുസ്ലിങ്ങൾ ആക്രമണങ്ങൾ നടത്തി ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ടിപ്പു സുൽത്താൻ വാളുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ചു. അങ്ങനെ കേരളത്തിലും വന്ന് വാളുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് ഒരു വലിയ ശതമാനം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ടായത്. ടിപ്പുവിൻ്റെ കേരളത്തിലെ പടയോട്ടക്കാലത്ത് അങ്കമാലിയിൽ വന്നപ്പോഴാണ് നമ്മുടെ ആളുകൾ ചാവേർ പടയെ ഇറക്കി ടിപ്പുവിനെ ഇവിടെ നിന്നും ഓടിച്ചു കളഞ്ഞത്. ടിപ്പു സുൽത്താന്റെ പിതാവായ ഹൈദരാലിയുടെ പൂർവ്വപിതാക്കന്മാർ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ അതിനടുത്തുള്ള ഏതോ സ്ഥലത്തു നിന്നോ ഉള്ളവരാണ്. ഹൈദരാലിയും ടിപ്പു സുൽത്താനും അവരുടെ തലമുറയ്ക്ക് മാത്രമേ മുസ്ലിങ്ങളുടെ പാരമ്പര്യം പറയാനുള്ളൂ. അവർക്ക് അബ്രഹാമിന്റെ പാരമ്പര്യം ഉണ്ടോ എന്ന് വ്യക്തമല്ല. കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും തന്നെ മതം മാറ്റം ചെയ്യപ്പെട്ടവരാണ്. അവർക്ക് അബ്രഹാമിന്റെയോ മുസ്ലിങ്ങളുടെയോ പാരമ്പര്യമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.